നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ പ്രഭാതം കാണുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്നതായ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത 3 ഇസ്രായേലി ബന്ദികളെ ഹമാസ് വിട്ടയച്ചു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദീർഘനാളുകൾ ഹമാസിൻ്റെ അടിമകളായി ഈ പ്രിയമുള്ളവർ കഴിഞ്ഞുകൂടി. അങ്ങനെ അടിമത്തത്തിൻ്റെ ഭീകരത അവർ അനുഭവിച്ചു കഴിഞ്ഞു. ദീർഘനാളുകൾ ബന്ദിയായിരുന്നതിന് ശേഷം അവിടെ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് സ്വദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ് എന്നുള്ളതിൽ തർക്കമില്ല. മറ്റൊരു രാജ്യത്തിൻ്റെ ബന്ദിയാകുക എന്ന് പറയുന്നത് ഏറ്റവും ഭയാനകമായ ഒരു കാര്യമാണ്. ഏതു സമയത്ത് വേണമെങ്കിലും ഈ ബന്ദികളെ അവർക്ക് കൊന്നുകളയാം. കാരണം അവർ അടിമകളാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിനു മുൻപും പല പ്രാവശ്യം അവർ അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ട്. ഇസ്രായേൽ സാമ്രാജ്യം 2 പിരിഞ്ഞതായി തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദ എന്നും ഇസ്രായേൽ എന്നും 2 അത് പിരിഞ്ഞു. യഹൂദ ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയി, ഇസ്രായേൽ അസീറിയൻ അടിമത്തത്തിലേക്ക് പോയി. കാരണം അവരുടെ രാജാക്കന്മാർ ദൈവത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പല പ്രാവശ്യം അടിമത്തത്തിൻ്റെ കയ്പുനീർ ഈ ജനത കുടിച്ചിട്ടുണ്ട്. അടിമത്തം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമില്ലായ്മയാണ്. സ്വാതന്ത്ര്യമില്ലായ്മ മാത്രമല്ല, യജമാനൻ്റെ ആജ്ഞാനുവർത്തിയായി തീരുന്നു എന്നുള്ളതും അതിൻ്റെ മറ്റൊരു വശമാണ്. കഴിഞ്ഞ കാലങ്ങൾ നോക്കുമ്പോൾ വിവിധ ലോകരാജ്യങ്ങളിൽ ഈ അടിമത്തം നിലനിന്നിരുന്നു. ഉദാഹരണമായി അമേരിക്കയിലെ അടിമത്തം നിർത്തലാക്കുവാൻ കഠിന പ്രയത്നം ചെയ്തത് എബ്രഹാം ലിങ്കണാണ്. അതേപോലെ നമ്മുടെ രാജ്യത്തും അടിമത്ത വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. ഈ തിരുവിതാംകൂറിൽ അടിമ വ്യാപാരമുണ്ടായിരുന്നു. നമ്മുടെ ദേശമായ ഈ തിരുവിതാംകൂറിലെ അടിമ വ്യാപാരം നിർത്തലാക്കിയത് 1812 അത് റാണി ഗൗരി ലക്ഷ്മിഭായി ആണ് ഈ അടിമ വ്യാപാരം നിർത്തലാക്കിയത്. ഇത് ലോക ചരിത്രത്തിലെ അടിമത്തമാണ്. എന്നാൽ ആത്മീയമായ അടിമത്തം ഇതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് അത്രേ. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ അത് പിശാചിൻ്റെ അടിമത്തത്തിലേക്കാണ് ജനിച്ചു വീഴുന്നത്. കാരണം ആദാം പാപം ചെയ്ത നിമിത്തം ആദാമ്യ വർഗത്തിലുള്ള എല്ലാവരും പാപികളായി തീർന്നു. പാപികളായി തീരുക എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ അടിമകളായി തീർന്നു എന്നർത്ഥം. അങ്ങനെ പിശാചിൻ്റെ അടിമയായി തീരുമ്പോൾ പിശാചിൻ്റെ ആജ്ഞാനുവർത്തിയായി തീരുകയാണ്. പിശാചാണ് ഈ വ്യക്തിയെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നത്. പിശാചിൻ്റെ ഇംഗിതങ്ങൾക്കനുസരണമായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് പിശാചത്രേ. അങ്ങനെ ഒരു വ്യക്തി ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന സമയം മുതൽ പിശാചിൻ്റെ അടിമയായി ജീവിക്കുന്നു. ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ പിശാച് ഈ വ്യക്തിക്ക് നൽകിയെന്നിരിക്കാം. ദൈവത്തിലേക്ക് അടുത്തു വരാതെ വണ്ണം പിശാച് അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് എന്തെല്ലാം സന്തോഷം നൽകാമോ അതെല്ലാം ഈ ലോകത്തിൽ നിന്ന് നൽകി ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാതെ വണ്ണം ആ വ്യക്തിയെ മാറ്റി നിർത്തുകയാണ് പിശാച് ചെയ്യുന്നത്. അങ്ങനെ പിശാചിൻ്റെ അടിമയായി ജീവിക്കുമ്പോൾ വാസ്തവത്തിൽ ഹൃദയത്തിൽ ഒരു വലിയ ശൂന്യതയുണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. ഹൃദയത്തിൽ ദൈവം അധിവാസം ചെയ്യേണ്ടുന്നതായ ഭാഗം ഒഴിഞ്ഞുകിടക്കുന്നു. എന്നാൽ ആ ശൂന്യത നികത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? എപ്പോഴാണ് ആ ശൂന്യത മാറി ജീവിതം സന്തോഷപൂർണ്ണമാകുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതായ സമയം മുതൽ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ശൂന്യത മാറുകയാണ്. ജീവിതം അപ്പാടെ മാറുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി പുതിയ സൃഷ്ടിയായിത്തീരുന്ന അനുഭവത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പിശാചിൻ്റെ അടിമത്തത്തിലുള്ള ജീവിതം നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നിത്യമായ നരകത്തിലേക്കാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ശൂന്യത മാറുന്നു. ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു. മാത്രമല്ല നിത്യത മുഴുവനും കർത്താവിനോടുകൂടെ വാസം ചെയ്യുന്ന അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ അവകാശവും ആ വ്യക്തിക്ക് ലഭിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹീതമായൊരു ജീവിതത്തിലേക്ക് വരുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എങ്കിൽ ശൂന്യമായ ജീവിതത്തോട് വിട പറഞ്ഞ് ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹകരമായ ജീവിതത്തിലേക്ക് വരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ,
ഈ സ്വർഗീയനാഥം ശ്രവിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിൽ ആരെങ്കിലും കർത്താവെ ഇപ്പോഴും പിശാചിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ അവരെ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുക്രിസ്തുവിന് വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എന്നും മുടങ്ങാതെ കേൾക്കുവാൻ സ്വർഗീയനാഥം, ദ ഹെവൻലി വോയിസ്. യേശു എൻ